നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വിദ്യാർത്ഥിയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും SFI ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്ത കോളേജ് അധികൃതർക്ക് പണി വരുന്നുണ്ട്. സിദ്ധാർത്ഥന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിക്കഴിഞ്ഞു. ചാൻസലർ പവർ എന്താണെന്ന് പിണറായി ദേ ഇപ്പോൾ കണ്ടു. വയനാട് വെറ്റിനറി സർവകലാശാല VC-ക്കെതിരെ ഗവർണർ നടപടിയെടുത്തു. VC-യെ സസ്പെൻഡ് ചെയ്തതായി ഗവർണറുടെ പ്രഖ്യാപനം. സംഭവത്തിൽ ഇതുവരെ സർക്കാർ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടേയില്ല. വെറ്റിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥിനെതിരെയാണ് ഗവർണർ നടപടിയെടുത്തിരിക്കുന്നത്. സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളാതിരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ നിർണായക ഇടപെടൽ വന്നത്. 3 ദിവസം തുടർച്ചയായി വിദ്യാർത്ഥിക്ക് പീഡനം നേരിടേണ്ടി വന്നുവെന്നും ഇതെല്ലാം സർവകലാശാല അധികൃതരുടെ അറിവോടെയായിരുന്നുവെന്നും ഗവർണർ പറയുന്നു. സർവകലാശാലയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ഗവർണർ വിമർശിച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നീക്കം തുടങ്ങി. ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് ഹോസ്റ്റലുകൾ SFI ഹെഡ്ക്വാർട്ടേഴ്സുകളാക്കി മാറ്റുകയാണ്. SFIയും പോപ്പുലർ ഫ്രണ്ടും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന് 24 മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ പോലും ലഭിച്ചില്ലെന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ പ്രതികരിച്ചു. ഏതായാലും ഗവർണർ പണി തുടങ്ങിക്കഴിഞ്ഞു. ആരിഫ് ഖാൻ മുൻപ് പറഞ്ഞിരുന്നു SFI ക്രിമിനലുകളാണെന്ന്. അതങ്ങനെ തന്നെയെന്ന് വ്യക്തമാകുകയാണ്. കൊടും ക്രിമിനലുകളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. വിഷയം വലിയ വിവാദമായിട്ടും പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുകയോ കോളേജിനെതിരെ ചെറുവിരൽ അനക്കുകയോ ചെയ്തില്ല. പ്രതികളെല്ലാം SFIക്കാരായതുകൊണ്ട് സർക്കാരും ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്. എന്നാൽ ആരിഫ് ഖാൻ കൃത്യസമയത്ത് ഇടപെട്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ കുടുംബവും ഇതിൽ ഗവർണർക്ക് നന്ദി പറയുകയാണ്. നട്ടലുള്ള ഗവർണറെ കേരളം കണ്ടുവെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇരട്ടച്ചങ്കനല്ല, ഓട്ടച്ചങ്കനാണെന്ന് മുഖ്യൻ സ്വയം തെളിയിച്ചു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നതും ആ കുടുംബത്തെ കാണാൻ ഓടി അവിടെ എത്തേണ്ടിയിരുന്ന ആളുമാണ് മുഖ്യമന്ത്രി. പക്ഷെ ആ വഴിക്ക് പോയതേയില്ല പിണറായി വിജയൻ. അതിന്റെ അമർഷം ആ കുടുംബം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗവർണറും മറ്റ് രാഷ്ട്രീയക്കാരുമെല്ലാം ആ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴും ക്രിമിനലുകളുടെ കൂടെ നിൽക്കുകയാണ് സർക്കാരും CPM-ഉം. SFIക്കാർ ചെന്നപ്പോൾ ആട്ടി ഓടിക്കുകയായിരുന്നു ആ കുടുംബവും നാടും ചേർന്ന്. ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീണ്ടും അറസ്റ്റ് നടന്നിട്ടുണ്ട്. കേസിൽ 3 പേർ കൂടി പിടിയിലായി. കാശിനാഥൻ, അജയ് കുമാർ എന്നിവർക്ക് പുറമെ മറ്റൊരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പത്തനംതിട്ട സ്വദേശിയാണ് അറസ്റ്റിലായ അജയകുമാർ. ഇയാളെ ഒളിവിൽ കഴിയവെയാണ് പിടികൂടിയത്. കേസിലാകെ 18 പ്രതികളാണുള്ളത്. നിലവിൽ 11 പേരാണ് അറസ്റ്റിലായത്. ഇനി 4 പ്രതികളെ കൂടി കിട്ടാനുണ്ട്. അതേസമയം 4 പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. കേസിൽ 12 വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും. 10 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു. ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല. പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണിവരെന്നാണ് വിവരം. മറ്റ് 2 പേരെ 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി. ഈ 12 വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും 7 ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല. ഫെബ്രുവരി 16, 17, 18 തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ. റാഗിംഗ് വിരുദ്ധ സമിതിയുടേതാണ് നടപടി. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ VC-ക്ക് അപ്പീൽ നൽകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്.